വാ തുറന്നാൽ കേസായി, ജയിലായി. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവിന് തന്റേതായ നിലപാട് പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? എങ്ങോട്ടാണ് ഈ രാജ്യത്തിന്റെ പോക്ക്? പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത പോലീസ് കേസിനെ കുറിച്ചാണ്. അതെ, US സന്ദർശനത്തിനിടെ രാഹുൽ നടത്തിയ പരാമർശം സിഖ് വികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. വാരാണസിയിലെ സിഗ്ര പോലീസ് സ്റ്റേഷനിൽ BJP നേതാവ് അശോക് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ കേസ്. സിഖ് വികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്ന് അശോക് കുമാർ ആരോപിച്ചു. ദില്ലിയിലും രാഹുലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. റായ്പൂരിലെ സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷൻ, ബിലാസ്പൂരിലെ സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷൻ, ദുർഗ് ജില്ലയിലെ കോട്ടാലി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് അറിയിച്ചത്. ഇതുകൂടാതെ സർഗുജയടക്കം സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും രാഹുലിനെതിരെ BJP നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ രാഹുലിനെതിരെ ഭാരതീയ ന്യായ് സംഹിതയിലെ 299, 302 വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ സിഖുകാർക്ക് തലപ്പാവ് ധരിച്ച് ഗുരുദ്വാരയിലേക്ക് പോകാൻ സാധിക്കുമോ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശമെന്ന് സംസ്ഥാന BJP വക്താവ് അമർജിത് സിംഗ് ഛബ്ര റായ്പൂരിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. രാഹുലിന്റെ പ്രസ്താവന ഇന്ത്യയിലെ സിഖ് സമുദായത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തിയെന്നും ഛബ്ര പരാതിയിൽ ആരോപിക്കുന്നു. BJPയുടെ ദുർഗ് ജില്ലാ ഘടകം മേധാവി ജിതേന്ദ്ര വർമ്മയാണ് കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ആദ്യ 2 കേസുകൾ വ്യാഴാഴ്ചയും മൂന്നാമത്തേത് വെള്ളിയാഴ്ചയുമാണ് രജിസ്റ്റർ ചെയ്തത്. രാഹുൽ നടത്തിയ സംവരണത്തെക്കുറിച്ചുള്ള പ്രസ്താവനയ്ക്കെതിരെയും BJP നേതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. പ്രസ്താവന രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഐക്യത്തിനും അപകടം വരുത്തുന്ന രീതിയിലുള്ളതാണെന്നാരോപിച്ച BJP നേതാക്കൾ ഡൽഹിയിൽ പരാതി നൽകി. രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനാണ് രാഹുൽ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയതെന്നും പരാതിയിൽ BJP ആരോപിക്കുന്നുണ്ട്. BJP പട്ടികജാതി യൂണിറ്റ് പ്രസിഡന്റ് മോഹൻലാൽ ഗിഹാര, സിഖ് സെൽ അംഗം ചരൺജിത് സിംഗ് ലൗലി, ST വിഭാഗം അംഗം CL മീണ എന്നിവരാണ് പരാതിക്കാർ. ഡൽഹിയിലെ പഞ്ചാബി ബാഗ്, തിലക് നഗർ, പാർലമെന്റ് സ്ട്രീറ്റ് എന്നീ 3 പോലീസ് സ്റ്റേഷനുകളിലാണ് രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. രാജ്യത്തെ സംവരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയ പ്രസ്താവന ഉയർത്തിക്കാട്ടിയാണ് BJPയുടെ രാഷ്ട്രീയ നീക്കം. ജോർജ് ടൗൺ സർവകലാശാലയിൽ നടന്ന വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിലായിരുന്നു രാഹുലിന്റെ ഈ പരാമർശം. സംവരണം നിർത്തലാക്കണമെങ്കിൽ ഇന്ത്യ നീതിയുക്തമായ രാജ്യമാകണമെന്നായിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തോട് രാഹുൽ പ്രതികരിച്ചത്. നിലവിൽ ഇന്ത്യയിലെ അവസ്ഥ അത്തരത്തിലല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ BJPയും ശിവസേനയും രംഗത്ത് വന്നിരുന്നു. മഹാരാഷ്ട്രയിലും രാജ്യം മുഴുവനും സംവരണത്തിനായുള്ള മുറവിളികൾ ഉയരുമ്പോഴാണ് രാഹുൽ ഗാന്ധി സംവരണം തന്നെ അവസാനിപ്പിക്കുമെന്ന് പറയുന്നതെന്നും രാഹുൽ ഗാന്ധിയുടെ നാവരിയുന്നവർക്ക് 11 ലക്ഷം രൂപ നൽകുമെന്നും ഷിൻഡെ വിഭാഗം ശിവസേന MLA സഞ്ജയ് ഗേക്വാദ് പറഞ്ഞത് വിവാദമാവുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയെ ഭീകരവാദിയെന്ന് വിളിച്ച BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രവനീത് സിംഗ് ബിട്ടുവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. കർണാടക കോൺഗ്രസിന്റെ പരാതിയിൽ ബംഗളൂരു പോലീസാണ് കേസെടുത്തത്. രാഹുൽ ഗാന്ധിയാണ് നമ്പർ 1 ഭീകരവാദിയെന്നും പിടികൂടുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിക്കണമെന്നും രവനീത് സിംഗ് ബിട്ടു പറഞ്ഞിരുന്നു. US സന്ദർശനത്തിനിടെ സിഖ് സമുദായത്തെക്കുറിച്ചുള്ള രാഹുലിന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വിവാദ പ്രസ്താവന. രാഹുൽ US സന്ദർശനത്തിനിടെ നടത്തിയ പ്രസ്താവനകളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ വധഭീഷണിയടക്കം ഉയർത്തുന്ന BJP നേതാക്കളുടെ നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കോൺഗ്രസ് BJPക്ക് കത്തയച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ദേശവിരുദ്ധ ശക്തികൾക്കൊപ്പമാണ് നിൽക്കുന്നതെന്നായിരുന്നു കത്തിന് BJP അധ്യക്ഷൻ നൽകിയ മറുപടി. അതേസമയം സിഖ് വികാരം വ്രണപ്പെടുത്തിയെന്ന ആരോപണത്തിൽ മൗനം വെടിഞ്ഞ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തി. BJP കള്ളം പറയുകയാണെന്ന് രാഹുൽ ഗാന്ധി Xലൂടെ തുറന്നടിച്ചു. തന്റെ പരാമർശത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു. ഇന്ത്യയിലും വിദേശത്തുമുള്ള എല്ലാ സിഖ് സഹോദരങ്ങളോടും സഹോദരിമാരോടും എനിക്ക് ചോദിക്കണം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. ഓരോ സിഖുകാർക്കും ഓരോ ഇന്ത്യക്കാരനും അവരുടെ മതം ഭയമില്ലാതെ സ്വതന്ത്രമായി ആചരിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാകേണ്ടതല്ലേ ഇന്ത്യ എന്നതായിരുന്നു രാഹുലിന്റെ സിഖുകാരോടുള്ള ചോദ്യം. ഇന്ത്യയിലെ സിഖുകാർ തലപ്പാവ് ധരിച്ച് ഗുരുദ്വാരയിലേക്ക് പോകാൻ സാധിക്കുമോ എന്നായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് സംഭവത്തിൽ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്.